ഇന്ന് ഒരു നാടോടി കഥയാണ് പറയാൻ പോകുന്നത്. ചോട്ടുവിൻ്റെയും മോട്ടുവിൻ്റെയും കഥ. ചോട്ടുവും മോട്ടുവും അടുത്ത കൂട്ടുകാരായിരുന്നു. പേര് പോലെ തന്നെ ചോട്ടു മെലിഞ്ഞ് നീളം കുറഞ്ഞ ഒരു ചെറിയ മനുഷ്യനാണ്. മോട്ടു ആണെങ്കിൽ നല്ല വണ്ണവും നീളമൊക്കെ ഉള്ള ഒരു മനുഷ്യനും. ഗ്രാമത്തിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടാതെ ഇവർ കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോയി ജോലി തേടാൻ ഒരുങ്ങി. രണ്ടുപേരും കുറേ അലഞ്ഞ് നടന്നിട്ടും ജോലിയൊന്നും കിട്ടിയില്ല. നടന്ന് അങ്ങനെ പോവാണ്. അങ്ങനെ അവർ മറ്റൊരു സ്ഥലത്തെത്തി, മറ്റൊരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു മരച്ചുവട്ടിൽ ഇവർ രണ്ടുപേരും കൂടി ഇരുന്നു. അവിടെ വെച്ച് വഴി രണ്ടായിട്ട് പിരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോട്ടു മോട്ടുവിനോട് പറഞ്ഞു, നമുക്ക് ഇതുവഴി രണ്ടായിട്ട് പോകാം, വൈകുന്നേരം ഇവിടെ ഒന്ന് കണ്ടുമുട്ടാം. എന്ത് ജോലി കിട്ടി പണം കിട്ടിയാലും നമുക്ക് തൽക്കാലം പരസ്പരം പങ്കിട്ടെടുത്ത് ഇവിടെ ജീവിക്കാം. അങ്ങനെ രണ്ടുപേരും അവരവരുടെ ഭാഗ്യം പരീക്ഷിക്കാനായിട്ട് രണ്ട് വഴികളിലേക്ക് തിരിഞ്ഞുപോയി. വൈകുന്നേരത്ത് രണ്ടുപേരും അവിടെ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ ചോട്ടുവിനോട് മോട്ടു ചോദിച്ചു, ചോട്ടു നിനക്ക് എന്ത് ജോലിയാണ് കിട്ടിയത്? ചോട്ടു പറഞ്ഞു, എനിക്ക് ഒരു കർഷകൻ്റെ പശുവിനെ മേയ്ക്കാനുള്ള ജോലിയെ കിട്ടി. നാളെ മുതൽ ചെന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ പശുവിനെ പറമ്പിലും പാടത്തുമൊക്കെ കൊണ്ടുനടന്ന് തീറ്റണം, അതേ ഉള്ളൂ പണി. അപ്പോൾ മോട്ടു പറഞ്ഞു, എനിക്ക് ഒരു ചെറിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഒരു കർഷകൻ്റെ കൃഷിസ്ഥലത്ത് വെള്ളം കോരണം. കുടത്തിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് ചെടിക്ക് ഒഴിച്ചാൽ മതി. ഉച്ചയാകുമ്പോഴത്തേക്ക് പണി തീരുമെന്നാണ് തോന്നുന്നത്. ഞാൻ തോട്ടമൊക്കെ പോയി കണ്ടു. ഒരുപാട് ചെടികളൊന്നും ഇല്ല. അത്യാവശ്യം കൂലിയും കിട്ടും. അപ്പോൾ ഇനി താമസിക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. രണ്ടുപേരുടെ അവിടേക്ക് അന്വേഷിച്ചപ്പം അവിടെ ഒരു പഴയ വീട്, ഒരു വൃദ്ധയുടെ ഒരു പഴയ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് കേട്ടു. അവർ വൃദ്ധയോട് ചെന്ന് ചോദിച്ചപ്പോൾ വൃദ്ധ സന്തോഷത്തോടെ ആ വീടിന് താക്കോൽ കൊടുത്തു. കാരണം അത് ഒരുപാട് കാലമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. രണ്ടുപേര് താമസിക്കുന്നെങ്കിൽ താമസിക്കട്ടെ, തൽക്കാലം വലിയ വാടകയൊന്നും വേണ്ടെന്നും ഈ വൃദ്ധ പറഞ്ഞു. അങ്ങനെ ചോട്ടുവിനും മോട്ടുവിനും താമസിക്കാൻ വീടുമായി, ജീവിക്കാൻ ജോലിയുമായി. പുതിയ വീട്ടിൽ പോയി രണ്ടുപേരോടെ തട്ടിക്കുടഞ്ഞ് വിരിച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ചോട്ടുവിൻ്റെ പണിക്കും പോയി, മോട്ടുവിൻ്റെ പണിക്കും പോയി. അങ്ങനെ മോട്ടു ചെന്നു. വലിയൊരു കൃഷിസ്ഥലമാണ്. അവിടെ വാഴയുണ്ട്, ചേമ്പുണ്ട്, ചെറിയ മാവിൻ തൈകൾ നട്ടിട്ടുണ്ട്. ഇതിനൊക്കെ വെള്ളം ഒഴിക്കണം. അങ്ങനെ മോട്ടു ഒരു കുടവുമായിട്ട് ആ പറമ്പിൽ തന്നെയുള്ളൊരു കുളത്തിലിറങ്ങി വെള്ളം കോരി ഓരോ ചെടികളുടെ ചോട്ടിൽ കൊണ്ടുവന്ന് ഒഴിച്ചു. അടുത്ത കുടത്തിലെ വെള്ളം കോരി തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം ഒഴിച്ച വെള്ളം കാണുന്നില്ല. ഇതെവിടെ പോയി എന്നൊരു പിടിയും കിട്ടുന്നില്ല. യജമാനനോട് ഇന്ന് ഉച്ചയ്ക്കകം പണി തീർക്കാമെന്ന് പറഞ്ഞാണ്. അതിനു മുമ്പ് വെള്ളം ഒഴിച്ച് തീർന്നില്ലെങ്കിൽ വഴക്ക് പറയും, ചിലപ്പോൾ കൂലി തരില്ല. അതുകൊണ്ട് മോട്ടു വളരെ കഷ്ടപ്പെട്ടു. എത്ര കുടം വെള്ളം കോരിന്ന് മോട്ടുവിന് തന്നെ അറിഞ്ഞുകൂടാ. അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ഉച്ചയായപ്പോഴേക്ക് ഏകദേശം ഒരു നനവായി എന്നൊക്കെ തോന്നി. എന്നല്ലാതെ ചെടി നന്നായിട്ട് നനഞ്ഞൊന്നുമില്ല. എന്തായാലും മോട്ടു വേച്ച് വീട്ടിൽ ചെന്നു. അവിടെ 2 കട്ടിലുകളുണ്ടായിരുന്നു. അതിൽ തൻ്റെ കട്ടിലിൽ കയറി ഒറ്റ കിടപ്പും ഒറ്റ ഉറക്കും. ഈ സമയത്ത് ചോട്ടു പശുവിനെയും കൊണ്ട് വളരെ സന്തോഷത്തിൽ മൂളിപ്പാടി ഒരു പാടത്തിൻ്റെ കരയിൽ ചെന്നു. അവിടെ ഒരു പുൽമൈതാനമുണ്ടായിരുന്നു. അവിടെ പശുവിനെ തീറ്റാന്ന് കരുതിയിട്ട് ഒരു കുറ്റിയൊക്കെ നാട്ടി പശുവിനെ അവിടെ കെട്ടി. എന്നിട്ട് പതുക്കെ ആ മരച്ചുവട്ടിലൊന്നിരുന്നു. ഒറ്റ നിമിഷം പശു കുറ്റിയും പറിച്ച് ഒറ്റ ഓട്ടം ഓടി. ചോട്ടു പിന്നാലെ ഓടി. പക്ഷേ പശു ചാടി പാടത്തിറങ്ങി അവിടെ നിന്നിരുന്ന ഗോതമ്പൊക്കെ തിന്നാൻ തുടങ്ങി. നാട്ടുകാരെല്ലാം കൂടെ വടിയും കൊണ്ട് ഓടി വന്നു, പശുവിനെ ഓടിച്ചു. ചോട്ടു പശുവിനെ പിന്നാലെ ഓടി. എത്ര ഓടിയിട്ടും പശുവിനെ കിട്ടുന്നില്ല. ഓരോ സ്ഥലത്ത് നിന്ന് കൃഷിസ്ഥലങ്ങൾ തന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ഈ പശു അവിടെ കയറും. നാട്ടുകാർ ഓടിക്കും, ചോട്ടു പിന്നാലെ ഓടും. ഒരു വിധത്തിൽ സന്ധ്യ ആകാറായപ്പോഴാണ് ചോട്ടുവിന് പശുവിൻ്റെ കയറൊന്ന് കയ്യിൽ കിട്ടിയത്. ഒരു വിധത്തിൽ അതിനെ വലിച്ച് യജമാനൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിട്ട് ചോട്ടു ക്ഷീണിച്ച് അവിടെ പോയിരുന്നു. നടക്കാൻ പോലുള്ള ശക്തിയില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ വേയിച്ച് വീട്ടിലെത്തിയപ്പോൾ മോട്ടു സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ചോട്ടുവിന് ഭയങ്കര സങ്കടം വന്നു. അവൻ എന്ത് സുഖമാ, ഉച്ചയ്ക്ക് മുമ്പ് വെള്ളവും കോരി തിരിച്ച് വന്ന് കിടന്ന് ഉറങ്ങാം. ഞാനോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പശുവിൻ്റെ പിന്നാലെ കിടന്ന് ഓട്ടമായിരുന്നു. ഇതാരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതുമില്ല. എന്തായാലും എൻ്റെ ജോലി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് മോട്ടുവിനോട് പറയണ്ട, അവൻ കളിയാക്കിയാലോ. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ചോട്ടു ഉണരുമ്പോൾ മോട്ടു എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് സുന്ദരനായിട്ടിരിക്കുന്നു. അപ്പോൾ ചോട്ടു ചോദിച്ചു, മോട്ടു നിൻ്റെ പണി എങ്ങനെ ഉണ്ടായിരുന്നു? മോട്ടു പറഞ്ഞു, നല്ല സുഖമായിരുന്നടാ. ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ വെള്ളമൊക്കെ കോരി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങ് വന്ന് കിടന്നുറങ്ങി. നല്ല വെള്ളമുള്ള കുളമാണ്. അതിൽ നിന്ന് വെള്ളം കോരാൻ വലിയ പ്രയാസമൊന്നുമില്ല. അധികം ചെടികളെ ഒന്നും നനയ്ക്കുകയും വേണ്ട. ഇങ്ങനൊരു ജോലി കിട്ടിയത് വലിയ കാര്യമായി. നിൻ്റെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ചോട്ടു പറഞ്ഞു, നല്ല എളുപ്പമാണ്. ഞാൻ വിചാരിച്ചു ഒരു കട്ടിലും കൂടെ കൊണ്ടുപോകണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വല്ല മരച്ചുവട്ടിലും കൊണ്ടുപോയിട്ട് ഇത്തിരി നേരം ഉറങ്ങായിരുന്നു. പശുവിനെ അഴിച്ച് തിന്നാൻ വിട്ടാൽ പിന്നെ നമുക്ക് സുഖമല്ലേ, വെറുതെ ഇരിക്കുമല്ലേ. അങ്ങനെ ചോട്ടും മോട്ടും കൂടെ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ചോട്ടുവിന് തോന്നി മോട്ടുവിന് തന്നോട് എന്തോ പറയാനുണ്ട്.
മോട്ടുവിനും തോന്നി ചോട്ടുവിന് തന്നോട് എന്തോ പറയാനുണ്ട്. കുറേ നേരം കഴിഞ്ഞപ്പോൾ മോട്ടു ചോദിച്ചു, ചോട്ടു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ചോട്ടു പറഞ്ഞു, മോട്ടു നിനക്ക് വല്ലതും പറയാനുണ്ടോ? രണ്ടുപേരും കുറച്ച് നേരം മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് ചോട്ടു പറഞ്ഞു, മോട്ടു ഒരു കാര്യം ഇന്ന് ഞാൻ പോയി വെള്ളം നനയ്ക്കാം, നീ ഇന്ന് പശുവിന് തീറ്റ. മോട്ടു പറഞ്ഞു, ഞാനിത് നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു, നീ ഇന്ന് പോയി വെള്ളം കോരിക്കും, ഞാൻ പോയി പശുവിന് തീറ്റ. അങ്ങനെ രണ്ടുപേരും ജോലികൾ വെച്ച് മാറി. ചോട്ടു വെള്ളം കോരാൻ പോയി, മോട്ടു പശുവിനെ തീറ്റാൻ പോയി. തലേന്ന് നടന്ന കാര്യങ്ങളൊക്കെ അന്നും നടന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരി കോരി ചോട്ടുവിൻ്റെ നടുവൊടിഞ്ഞു. പശുവിൻ്റെ പിന്നാലെ ഓടി ഓടി മോട്ടുവിൻ്റെ നടുവൊടിഞ്ഞു. ഇതൊക്കെ പോരാഞ്ഞിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് മോട്ടു ഒരു കട്ടിലും പൊക്കി തലയെ വെച്ചുകൊണ്ടാണ് പശുവിനെ കഴിക്കാൻ പോയത്. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പശുവിന് പിന്നാലെ ഓടുന്നതിന് കൂട്ടത്തിൽ ഈ കട്ടിലും പൊക്കി തലയെ വെച്ചുകൊണ്ട് ഓടേണ്ടി വന്നു മോട്ടുവിന്. അതവന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി. അവസാനം വൈകുന്നേരമായപ്പം കുഴഞ്ഞ് രണ്ടുപേരും വീട്ടിൽ തിരിച്ചു വന്നു. അപ്പം മോട്ടു ചോട്ടുവിനോട് പറഞ്ഞു, നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. മോട്ടു പറഞ്ഞു, നീയും പറഞ്ഞില്ലല്ലോ, ഇനി മേലിൽ നമുക്കിങ്ങനെ വേണ്ട. എന്ത് സത്യം ഉണ്ടെങ്കിലും രണ്ടുപേരും പരസ്പരം തുറന്നു പറയണം. ഇങ്ങനെ ഒളിച്ചും പാത്തുള്ള പരിപാടി നമുക്ക് വേണ്ട. അങ്ങനെ രണ്ടുപേരും കൂടെ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരുന്നില്ല, കൈയും കാലും പുറമൊക്കെ വേദനയാണ്. അപ്പോൾ ചോട്ടോടെ കിടന്നോട് പറഞ്ഞു, എന്നാലും മോട്ടു ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് എന്താ ആ ചെടി ഒന്നും നനയാത്തത്? അപ്പോൾ മോട്ടു പറഞ്ഞു, ഞാനും ആദ്യ ദിവസം കൊണ്ടതാണ് വിചാരിക്കുന്നത്, എത്ര വെള്ളം ഒഴിച്ചിട്ടും ആ ചെടിയുടെ ചോട്ടിൽ ഇത്തിരി വെള്ളം ഒഴിച്ചതായിട്ട് പോലും തോന്നുന്നില്ല. അപ്പോൾ ചോട്ട് പറഞ്ഞു, ചിലപ്പോഴേ അതിനടിയിൽ വല്ല ഗുഹയോ മാളമോ വല്ലതും ഉണ്ടെങ്കിലോ, വെള്ളമെല്ലാം അങ്ങോട്ട് ഒഴുകി പോവാണെങ്കിലോ, ആ പറമ്പിനടിയിൽ എന്തോ ഉണ്ട്. അപ്പോൾ മോട്ടു ചോദിച്ചു, എടാ ഇനി അത് വല്ല നിധി വല്ലതും ആണെങ്കിലോ? രണ്ടുപേരുടെ ചാടി എഴുന്നേറ്റു, ഒന്ന് പോയി അന്വേഷിക്കാമെന്ന് കരുതി. അങ്ങനെ ചോട്ടും മോട്ടും കൂടെ ഒരു തൂമ്പ എടുത്തുകൊണ്ട് അപ്പം തന്നെ കൃഷിസ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കുഴിക്കാൻ തുടങ്ങി. എല്ലാ ചെടികളുടെയും ചുറ്റിനും അവർ കുഴിച്ചു നോക്കി. അപ്പോഴൊക്കെ അവർക്ക് തോന്നി മണ്ണിനടിയിൽ എന്തോ ഉണ്ട്. ഒരു പാളി മണ്ണേ ഉള്ളൂ, അതിനടിയിൽ മറ്റെന്തോ ആണ്, പാറ പോലെ എന്തോ ഒന്ന്. അങ്ങനെ തപ്പി തപ്പി കുറേ നേരം കഴിഞ്ഞപ്പോൾ മോട്ടുവിന് അവിടെ നിന്നൊരു സ്വർണ്ണ നാണയം കിട്ടി. മോട്ടു എടുത്ത് സൂക്ഷിച്ച് നോക്കി, നല്ല ഒരു സ്വർണ്ണ നാണയം. അപ്പോൾ ഇവിടെ കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ കാണും, ഇതിനടിയിൽ എന്തോ ഉണ്ട്. മോട്ടു പണി നിർത്തിയ കണ്ട ചോട്ട് വിളിച്ചു ചോദിച്ചു, മോട്ടു എന്താ പണി നിർത്തിയത്, നിനക്ക് വല്ലതും കിട്ടിയോ? എന്താ നീ കുനിഞ്ഞ് നോക്കുന്നത്? അപ്പോൾ മോട്ടു പറഞ്ഞേ, ഇതൊരു കല്ല, ഞാൻ എന്താ നോക്കിയതായിരുന്നു. നോക്കുമ്പോൾ ഒരു തിളങ്ങുന്ന കല്ല, വേറെ ഒന്നുമില്ല. മോട്ടു പിന്നെയും കുഴിക്കാൻ തുടങ്ങി. ചോട്ടുവിന് മനസ്സിലായി മോട്ടുവിന് എന്തോ കിട്ടിയിട്ടുണ്ടല്ലാതെ കല്ല് കിട്ടിയാൽ അവനിങ്ങനെ നോക്കി നിൽക്കില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ മോട്ടു പറഞ്ഞു, നമുക്ക് നിർത്താം, ക്ഷീണിച്ച് നമുക്ക് പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ വരാം. ചോട്ടു സമ്മതിച്ചു. അങ്ങനെ രണ്ടുപേരോട് ഉറങ്ങാൻ പോയി. നല്ല ക്ഷീണം കാരണം മോട്ടു അങ്ങ് ഉറങ്ങിപ്പോയി. ചോട്ടു നോക്കുമ്പോൾ മോട്ടു നല്ല ഉറക്കം. ചോട്ടു എഴുന്നേറ്റ് പമ്മി പമ്മി വീണ്ടും ആ പറമ്പിലേക്ക് പോയി. എന്നിട്ട് മോട്ടുവിന് സ്വർണ്ണ നാണയം കിട്ടിയെന്ന് അവന് തോന്നിയ സ്ഥലത്ത് ഒന്നുകൂടെ കുഴിച്ചു. അപ്പോൾ അവിടെ ഒരു രഹസ്യ വാതിൽ കണ്ടു. അത് തുറന്നപ്പോൾ അതിനുള്ളിലേക്ക് കുറച്ച് പടിക്കെട്ടുകളുണ്ടായിരുന്നു. അതുവഴി ഇറങ്ങി ചെന്നപ്പോൾ ദാ ഇരിക്കുന്നു വലിയൊരു സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങൾ. ചോട്ടുവിന് സന്തോഷമായി. രാത്രി പിന്നെയും മുന്നോട്ട് പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ മോട്ടു ഞെട്ടി ഉണർന്നപ്പോൾ ഓർത്തു, അയ്യോ രാത്രിയിൽ പോയി അവിടെ ഒന്നുകൂടെ തപ്പണമെന്ന് വിചാരിച്ചതാ, ഉറങ്ങിപ്പോയല്ലോ. അവൻ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് നോക്കിയപ്പോൾ ചോട്ടു നല്ല ഉറക്കമാണ്. മോട്ടു ഉടൻ തന്നെ ആ കൃഷിസ്ഥലത്തേക്ക് വീണ്ടും പോയി. അവിടെ ചെന്ന് അവിടെയൊക്കെ തപ്പി നോക്കി, ഒന്നുമില്ല. പക്ഷേ അവിടെ ഒരു വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടു. മണ്ണിനടിയിൽ ഒരു വാതിലിനടിയിലേക്ക് പടിക്കെട്ടുകൾ ഇറങ്ങി ചെന്നപ്പോൾ അവിടെ ഒന്നും ഇല്ല താനും. ചോട്ടു തന്നെക്കാളും മുന്നേ ഇവിടെ വന്നെന്ന് മോട്ടുവിന് മനസ്സിലായി. മോട്ടു വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നിട്ട് വിളക്ക് കത്തിച്ച് ചോട്ടുവിനെ നല്ലോണം നോക്കിയപ്പോൾ ചോട്ടുവിൻ്റെ കാലിൽ മുട്ട് വരെ നിറയെ ചെളി പറ്റിയിരിക്കുന്നു, നനഞ്ഞിട്ടുണ്ട്. ഇവനെവിടോ കുളത്തിലോ നദിയിലോ ഇറങ്ങിയെന്ന് മോട്ടുവിന് മനസ്സിലായി. മോട്ടു പതുക്കെ ആ കാലിൻ്റെ അളവ് ഒരു കമ്പ് വെച്ചെടുത്തു. എന്നിട്ട് ആ അളവ് കമ്പുമായിട്ട് വെള്ളം കോരുന്ന കുളത്തിലേക്ക് പോയി. ചോട്ടുവിൻ്റെ കാല് എത്ര മുങ്ങിയിരുന്നോ ആ അളവ് വെള്ളത്തിൽ കുത്തി. അപ്പോൾ അത്ര ആഴമുള്ള സ്ഥലത്ത് ചെന്ന് മോട്ടു ഒന്ന് തപ്പി നോക്കിയപ്പോൾ ദാ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്നു ഒരു സഞ്ചി സ്വർണ്ണ നാണയങ്ങൾ. മോട്ടു എന്ത് ചെയ്തു? ആ സ്വർണ്ണ നാണയങ്ങൾ എടുത്തുകൊണ്ട് നേരെ സ്വന്തം ഗ്രാമത്തിലേക്ക് അങ്ങ് പോയി. മോട്ടു പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചോട്ടു ഉണർന്നു. നോക്കുമ്പോൾ കട്ടിൽ മോട്ടു ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവൻ സ്വർണ്ണ നാണയം എടുക്കാൻ പോയി കാണും എന്ന് ചോട്ടുവിന് മനസ്സിലായി. എന്നാലും ചോട്ടു വിചാരിച്ചു, ഞാൻ ഇത് കുളത്തിലാണ്
സൂക്ഷിച്ച് വെച്ചേക്കുന്നത് മോട്ടുവിന് അറിയില്ലല്ലോ. അതുകൊണ്ട് അവനവിടെ നിന്ന് എടുത്ത് കാണത്തില്ലായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ചോട്ടു കുളത്തിൽ പോയി തപ്പി നോക്കിയപ്പോൾ ഇല്ല, താൻ വെച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ സ്വർണ്ണം ഇല്ല. അപ്പോൾ ചോട്ടുവിന് മനസ്സിലായി മോട്ടു ഇതും കൊണ്ട് പോയാൽ എവിടം വരെ പോകാനാ, നമ്മുടെ ഗ്രാമത്തിലേക്കല്ലാതെ എവിടേക്ക് പോകും എന്ന് വിചാരിച്ചു ചോട്ടുവിന് ഗ്രാമത്തിലേക്ക് പോകാനുള്ളൊരു കുറുക്ക് വഴി അറിയായിരുന്നു. അതുകൊണ്ട് ചോട്ടു ആ വഴിയെ വേഗം ഗ്രാമത്തിലേക്ക് പോയി. അപ്പോഴേക്ക് നേരമൊക്കെ വെളുത്തു. പോകുന്ന വഴിക്ക് ചോട്ടു വഴിയിൽ നിന്ന് നല്ല ഒരു ജോഡി ചെരുപ്പം വാങ്ങി ആ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് പോയത്. എന്നിട്ട് കുറേ ദൂരം ചെന്നപ്പോൾ ഒരു മല ഇറങ്ങി താഴേക്ക് വരുന്ന വഴി ചെന്നപ്പോൾ ഉണ്ട് ദാ മോട്ട് പിന്നാലെ പതുക്കെ വരുന്നതേ ഉള്ളൂ. ഒന്നാമത് നല്ല വണ്ണം, അതിൻ്റെ കൂടെ കയ്യിൽ നല്ല ഭാരമുള്ള സഞ്ചി. അവൻ പതുക്കെയാണ് നടക്കുന്നത്. ചോട്ടുവാണെങ്കിൽ ചെറിയ ആളുമാണ്, കുറുക്ക് വഴിയാണ് വന്നത്. അതുകൊണ്ട് ചോട്ട് കുറേ മുന്നിലെത്തി. ചോട്ട് വന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെരുപ്പ് വഴിയിലൊരു സ്ഥലത്തിട്ടു. കുറച്ച് മുന്നോട്ട് മാറി രണ്ടാമത്തെ ചെരുപ്പ് വിട്ടു. എന്നിട്ട് രണ്ടാമത്തെ ചെരുപ്പിട്ട സ്ഥലത്തിനടുത്ത് ഒളിച്ചിരുന്നു. മോട്ടു നടന്ന് വന്നപ്പോൾ ആദ്യം കിടന്നിരുന്ന ചെരുപ്പ് കണ്ടു. മോട്ടു അതെടുത്ത് നോക്കി. നല്ല ചെരുപ്പ്. അതിൻ്റെ ജോഡിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇട്ടുകൊണ്ട് നടക്കാമായിരുന്നു. കാല് വേദനിക്കുന്നു. ഒരെണ്ണമായിട്ട് എന്ത് ചെയ്യാനെന്ന് കരുതിയിട്ട് അവൻ ആ ചെരുപ്പ് അവിടെ കളഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. കുറേ ദൂരം മുന്നോട്ട് നടന്നപ്പോൾ ദാ കിടക്കുന്നു രണ്ടാമത്തെ ചെരുപ്പ്. അയ്യോ, ഇതിൻ്റെ ജോഡിയല്ലേ പുറകെ കിടന്നിരുന്നു, അതുകൊണ്ടായിരുന്നെങ്കിൽ ഇട്ട് നടക്കാമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു മോട്ടു. ഇനി ഈ ഭാരം താങ്ങിക്കൊണ്ട് അവിടെ വരെ നടക്കാൻ വയ്യ. അതുകൊണ്ട് മോട്ടു തൻ്റെ കയ്യിലുണ്ടായിരുന്ന വലിയ സഞ്ചി നിറയുള്ള സ്വർണം ഒരു കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് രണ്ടാമത്തെ ചെരുപ്പ് അന്വേഷിച്ച് പുറകോട്ട് നടന്നു. ഈ തക്കം പാർത്തിരുന്ന ചോട്ടു ആ സഞ്ചി എടുത്തുകൊണ്ട് വെച്ചടിച്ച് തൻ്റെ വീട്ടിലേക്ക് പോയി. മോട്ടു ചെരുപ്പൊക്കെ എടുത്ത് ഇട്ട് തിരിച്ച് വന്നപ്പോൾ സഞ്ചിയില്ല. ഈ സഞ്ചി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചോട്ടുമായിരിക്കുമെന്ന് മോട്ടുവിനറിയാം. തൻ്റെ പിന്നാലെ അവൻ വന്ന് കാണും. അവനാണ് ഇങ്ങനത്തെ കുരുട്ട് ബുദ്ധിയൊക്കെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് മോട്ടു നേരെ ചോട്ടുവിൻ്റെ വീട്ടിലേക്ക് എത്തി. ചെന്ന് വാതിലിൽ മുട്ടി. ചോട്ടു വന്ന് ഒന്നും അറിയാത്ത പോലെ വാല് തുറന്നു. നോക്കുമ്പോൾ മോട്ടു ക്ഷീണിച്ച് നിൽക്കുന്നു. ചോട്ടു മോട്ടുവിനെ അകത്തോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ബാ, എന്തായാലും ഇത്രയൊക്കെ ആയി, ഇനി നമുക്ക് ഈ സ്വർണം പങ്കുവെക്കാം. 2 പേർ കൂടെ അവകാശപ്പെട്ടാണല്ലോ, അതുകൊണ്ട് 2 പേർ കൂടെ പങ്കുവെക്കാം. അങ്ങനെ മോട്ടു സമ്മതിച്ച് മോട്ടു അകത്തി വന്നു. എന്നിട്ട് 2 പേരുടെ ഈ സ്വർണം പങ്കുവെക്കാൻ ഒരുങ്ങി. സ്വർണ്ണ നാണയങ്ങളിങ്ങനെ കൂനയായിട്ട് മുന്നിൽ കൂട്ടിയിട്ടു. ഒന്ന് ചോട്ടുവിന്, ഒന്ന് മോട്ടുവിന്, വീണ്ടും ഒന്ന് ചോട്ടുവിന്, അടുത്തത് മോട്ടുവിന്, അടുത്തത് വീണ്ടും ചോട്ടുവിന്, മോട്ടുവിന്. ഇങ്ങനെയാണ് പങ്കുവെപ്പ്. അങ്ങനെ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ 2 വശത്തും ഒരേപോലെ സ്വർണ്ണ നാണയങ്ങളായി. പക്ഷേ ഒരെണ്ണം ബാക്കി വന്നു. ഇത് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യുമെന്നായി ചിന്ത. അപ്പോൾ ചോട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഈ സ്വർണ്ണ നാണയം ഞാൻ നാളെ ചന്തയിൽ കൊണ്ടുപോയിട്ട് ഇത് മാറ്റി വെള്ളി നാണയങ്ങളാക്കാം. എന്നിട്ട് നമുക്ക് 2 പേർക്കും ആ വെള്ളി നാണയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാം. ഇപ്പോൾ പങ്കുവെച്ചതുപോലെ പങ്കുവെക്കാം. അപ്പോൾ ശരിയാവും. മോട്ടു സമ്മതിച്ചു. ഇനി അതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ. അങ്ങനെ തൻ്റെ പങ്ക് സ്വർണ്ണ നാണയങ്ങളുമായിട്ട് മോട്ടു തൻ്റെ വീട്ടിലേക്ക് പോയി. ചോട്ടു സ്വന്തം വീട്ടിൽ കിടക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ മോട്ടു നേരത്തെ എഴുന്നേറ്റു. ചോട്ടുവിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വേണം അവനെ കൊണ്ട് ആ ഒരു സ്വർണ്ണ നാണയം ചന്തയിൽ കൊടുത്തുവിട്ട് മാറിച്ച് ചില്ലറയാക്കിയിട്ട് പരസ്പരം പങ്കുവെക്കാൻ. അതിന് വേണ്ടിയിട്ട് അയാൾ നേരെ ചോട്ടുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. വാതിൽ ചെന്ന് മുട്ടാൻ തുടങ്ങി. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടും വാതിൽ ഉറക്കുന്നില്ല. അവൻ പറ്റിച്ചെവിടെയെങ്കിലും പോയോന്നായി മോട്ടുവിൻ്റെ ചിന്ത. എന്നാലും അവൻ ദൂരെ എങ്ങും പോകാൻ സാധ്യതയില്ല. ഒരുപാട് സ്ഥലങ്ങളൊന്നും അവനെ അറിഞ്ഞുകൂടാ. ഈ ഗ്രാമത്തിനപ്പുറത്തുള്ള ലോകമൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടി വന്ന് വാല ഉറക്കുന്നത്. ചോട്ടുവിന് അങ്ങനെ അടുത്ത ബന്ധുക്കളൊന്നും ഇല്ലെന്ന് മോട്ടുവിന് അറിയാം. പിന്നെ ഇത് ആരാന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്. അവൻ പറയുന്നു, ഞാനേ ചോട്ടു അമ്മാവൻ്റെ അനന്തരവനാ. ചോട്ടു അമ്മാവനെ ഇന്ന് രാവിലെ മരിച്ചുപോയി. മോട്ടു ഞെട്ടിപ്പോയി. ഇന്നലെ വൈകിട്ട് യാത്ര പറഞ്ഞ് പിരിഞ്ഞതല്ലേ, ചോട്ടു പെട്ടെന്ന് എങ്ങനെ മരിക്കും? തനിക്ക് ആ ഒരു സ്വർണ്ണ നാണയം തരാതിരിക്കാൻ വേണ്ടിയിട്ട് ചോട്ടു ചെയ്യുന്ന വിദ്യ ഇതെന്ന് മോട്ടുവിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. മോട്ടു പറഞ്ഞു, അയ്യോ, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ചോട്ടു, ഞാനിനി എന്ത് ചെയ്യും? ആ കുട്ടി ഒന്നും പറയാൻ നിൽക്കുക. അകത്തേക്ക് നോക്കിയപ്പോൾ ഒരു കട്ടിലിൽ നീണ്ട് നിവർന്ന് അനങ്ങാതെ കിടപ്പുണ്ട് ചോട്ടു. അപ്പോൾ മോട്ടു ആ കുട്ടിയോട് പറഞ്ഞു, എന്നെ അറിയാമല്ലോ, ഞാൻ അവൻ്റെ വലിയ കൂട്ടുകാരൻ. അവൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, അവൻ മരിക്കുകയാണെങ്കിൽ അവനെ കാട്ടിൽ കൊണ്ടുപോയി അടക്കാവുമെന്ന്. അവൻ്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന എൻ്റെ കടമയല്ലേ, അതുകൊണ്ട് ഞാനിവനെ കാട്ടിൽ കൊണ്ടുപോയി ദഹിപ്പിക്കാം. കുട്ടി ഒന്നും മിണ്ടിയില്ല. ചോട്ടുവിനാണെങ്കിൽ ഒന്നും മിണ്ടാനും വയ്യ. മോട്ടു ഒരു വലിയ തടി കഷ്ണം എടുത്തുകൊണ്ട് വന്നൊരു പലക, ആ പലകയിൽ ഒരു വെള്ള തുണിയൊക്കെ വിരിച്ചിട്ട് ചോട്ടുവിനെ എടുത്ത് അതിൽ കിടത്തി. എന്നിട്ടൊരു കയറിട്ട് വരിഞ്ഞ് കെട്ടി. ചോട്ടു മിണ്ടാതിരിക്കുക, ഇവൻ എന്താ ചെയ്യാൻ പോകുന്ന അറിയണമല്ലോ. എന്നിട്ട് ഈ പലകയും വലിച്ചുകൊണ്ട് മോട്ടു നേരെ കാട്ടിലേക്ക് നടന്നു. ചോട്ടു അനങ്ങാതെ കിടന്നു. എങ്ങനെയെങ്കിലും തക്കം കിട്ടിയാൽ രക്ഷപ്പെടണം. പക്ഷെ ഒരു വഴിയും കാണുന്നില്ല. പലക വലിച്ചുകൊണ്ട് പോവാണ് മോട്ടു. അങ്ങനെ മോട്ടു ഈ പലകയിൽ ചോട്ടുവിനെയും കിടത്തി വലിച്ച് കാട്ടിലെത്തി.
എന്നിട്ട് മനസ്സിൽ വിചാരിച്ച് ഇപ്പം ഞാൻ തീ കത്തിക്കാൻ തുടങ്ങും, അപ്പം കാണാം ഇവൻ്റെ അഭിനയം. അപ്പോൾ അതോ ആരോ ദൂരേന്ന് വരുന്നൊരു ശബ്ദം. മോട്ടു സൂക്ഷിച്ച് നോക്കുമ്പോൾ കുറേ കൊള്ളക്കാരാണ്. കൊമ്പം മീശയും വലിയ താടിയൊക്കെ ഉള്ള കുറേ കൊള്ളക്കാർ. അവർ കൊള്ളയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. അവരെ കണ്ടപ്പോൾ മോട്ടു പേടിച്ചു പോയി. ചോട്ടുവിനെ എടുത്ത് മാറ്റാനൊന്നും നേരം കിട്ടിയില്ല. അവനെ അവിടെ ഇട്ടിട്ട് മോട്ടു ഒരു മരത്തിന് മേളിൽ കയറി പാത്തിരുന്നു. കൊള്ളക്കാർ ചോട്ടുവിനെ കിടത്തിയിരിക്കുന്നതിന് കുറച്ച് ദൂരെ മാറി വട്ടം കൂടിയിരുന്നു. അവർ അന്ന് കൊള്ളയടിച്ച സാധനങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കൂമ്പാരമായിട്ട് മുന്നിൽ കൂട്ടിയിട്ടു. എന്നിട്ട് വീതം വെക്കാൻ തുടങ്ങി. ചോട്ടു ശ്വാസം അടക്കി പിടിച്ച് കിടക്കാണ് അനങ്ങാതെ. അടങ്ങിയ കൊള്ളക്കാർ തന്നെ കാണും, എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ കൊള്ളക്കാരിലൊരാൾ ചോട്ടുവിനെ കാണുക തന്നെ ചെയ്തു. അയാൾ കൂട്ടുകാരോട് പറഞ്ഞു, അയ്യോ ദാ ഇവിടെ ഒരു ശവം കിടക്കുന്നു. അപ്പോൾ കൊള്ളക്കാരെല്ലാം കൂടി ഓടി വന്ന് നോക്കി. നേരാണ്, ഒരു തടി കഷ്ണത്തിൽ വെള്ള തുണി വിരിച്ച് ഒരാളെ കിടത്തിയിരിക്കുന്നു, കെട്ടിവെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരു കൊള്ളക്കാരൻ പറഞ്ഞു, കഷ്ടമായിപ്പോയി, ആരെങ്കിലും ഇങ്ങനെ കാട്ടുമൃഗങ്ങൾക്ക് തിന്നാൻ വേണ്ടി ശവം കാട്ടിക്കൊണ്ടിടുവോ? നാട്ടിൽ ദഹിപ്പിച്ചാൽ പോരെ? എന്തൊരു ലോകമായത്. നമുക്ക് ഒരു കാര്യം ചെയ്യവനെ അങ്ങ് ദഹിപ്പിക്കാം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ തടി കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് ചോട്ടുവിനെ എടുത്ത് അതി വെച്ചു. എന്നിട്ട് ഒരു കൊള്ളക്കാരൻ തീ കത്തിച്ചു. അത്ര നേരം മിണ്ടാതിരുന്ന ചോട്ടു പേടിച്ച് അയ്യോ എന്ന് നിലവിളിച്ചു. അപ്പോൾ കൊള്ളക്കാർ പേടിച്ചു പോയി. അയ്യോ, ഈ ശവത്തിന് ജീവൻ വെച്ചേന്ന് അവർ നിലവിളിച്ചു. ഈ സമയത്ത് പേടിച്ച് വിറച്ച് മരത്തിന് മുകളിലിരുന്ന മോട്ടു അവിടുന്ന് പൊത്തുപോന്ന് ഈ കൊള്ളക്കാരുടെ മേലേക്ക് വീഴുകയും ചെയ്തു. അതും കൂടെ ആയതോടെ കൊള്ളക്കാർ പേടിച്ചു പോയി. ഇതെന്തോ പ്രശ്നം പിടിച്ച സ്ഥലമാണ്, ഇവിടെ ഭൂതവും പ്രേതമൊക്കെ ഉണ്ടെന്ന് പേടിച്ച് അവരുടെ സാധനങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് ഓടിപ്പോയി. മോട്ടു വേഗം ചോട്ടുവിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി. രണ്ടുപേരും കൂടെ നോക്കുമ്പോൾ കൊള്ളക്കാർ കളഞ്ഞിട്ട് പോയ കുറേ സാധനങ്ങളുണ്ട് അവിടെ. അവരെല്ലാം കൂടെ പെറുക്കി കൂട്ടി നോക്കുമ്പോൾ കുറേ സ്വർണ്ണ നാണയങ്ങളുണ്ട്. അതെല്ലാം കൊണ്ട് വീണ്ടും അവർ ചോട്ടുവിൻ്റെ വീട്ടിൽ പോയി. വീണ്ടും പങ്കുവെച്ചു. ഒന്ന് ചോട്ടുവിനെ, ഒന്ന് മോട്ടുവിനെ, ഒന്ന് ചോട്ടുവിനെ, ഒന്ന് മോട്ടുവിനെ. അങ്ങനെ അവസാനം വന്നപ്പോൾ ഒരു സ്വർണ്ണ നാണയം കൂടി ബാക്കി വന്നു. അപ്പോൾ മോട്ടു ചോദിച്ചു, ഇതെന്ത് ചെയ്യും? അപ്പോൾ ചോട്ടു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കഴിഞ്ഞ ദിവസം പങ്കുവെച്ചപ്പം ബാക്കി വന്ന ഒരു സ്വർണ്ണ നാണയം ഞാൻ എടുത്തതുകൊണ്ട് ഇപ്പോൾ പങ്കുവെച്ചപ്പം ബാക്കി വന്ന ഒരു സ്വർണ്ണ നാണയം നീ എടുക്കണം. അപ്പോൾ കണക്ക് കൃത്യമായി. മോട്ടു പറഞ്ഞു, ശരിയാ, കണക്ക് കൃത്യമായി. അങ്ങനെ കൃത്യമായി കണക്ക് കൂട്ടി രണ്ട് കൂട്ടർക്കും കൃത്യമായ അളവിൽ സ്വർണം കിട്ടി. അതോടെ രണ്ടുപേരുടെയും വഴക്കൊക്കെ മാറി. ഇനി മുതൽ അന്യനാട്ടിലൊന്നും പോയി കിടന്ന് കഷ്ടപ്പെടേണ്ട, ഇവിടെ തന്നെ സുഖമായിട്ട് ജീവിക്കാമെന്ന് രണ്ടുപേരും തീരുമാനിച്ചു. ഇതാണ് ചോട്ടുവിൻ്റെയും മോട്ടുവിൻ്റെയും കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.